ഗ്രൗണ്ടില്ല, വില കൂടിയ ഉപകരണങ്ങളില്ല, പക്ഷേ ജയിക്കാനുള്ള ആത്മവിശ്വാസവും പൊരുതാനുള്ള മനസ്സുമായാണ് സംസ്ഥാന കായികമേളയിൽ ഇക്കുറി കോട്ടയം തലയോലപ്പറമ്പ് മുഹമ്മദ് ബഷീർ സ്കൂൾ ഹോക്കി ടീം സ്വർണം വീണ്ടെടുക്കാനിറങ്ങിയത്. സ്കൂൾ ഹോക്കിയിൽ സംസ്ഥാനത്തെ മികച്ച ടീമുകളിൽ ഒന്നാണ് തലയോലപ്പറമ്പ് മുഹമ്മദ് ബഷീർ സ്കൂളിൻ്റേത്. മുൻകാലങ്ങളിലെ ചാമ്പ്യന്മാർ. പക്ഷേ പരിമിതികളിൽ തട്ടിയും മുട്ടിയും കുറച്ചുനാളായി കാലിടറിപ്പോയി എന്നതാണ് സത്യം. പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇത്തവണ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. ഹോക്കിയിൽ, ഫുട്ബോളിൽ കുഴപ്പമില്ല. ഹോക്കിയിൽ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം 45,000 രൂപയുടെ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾ പാവപ്പെട്ട കുട്ടികളായതുകൊണ്ട് 600-700 രൂപയുടെ സ്റ്റിക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും നല്ലൊരു സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഞാൻ തന്നെ സായിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ കോച്ചായിരുന്നു. അപ്പോൾ എനിക്കറിയാം അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ്. അങ്ങനെ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി മുന്നേറാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ടീമുകളിലൊന്നായിരുന്നു. അതുപോലെ ഹോക്കിയിൽ കേരളത്തിലെ ഏറ്റവും നല്ല ടീമുകളിലൊന്നായിരുന്നു നമ്മൾ. ഇനിയും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏറെ പ്രയാസങ്ങൾ പറയാനുണ്ട് ടീമിന്. പരിശീലനം നടത്താൻ കോട്ടയത്ത് സൗകര്യമുള്ള മൈതാനം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നിലവിൽ എറണാകുളം നാമക്കുഴിയിലെ ഗ്രൗണ്ടിലാണ് ഇവരുടെ പരിശീലനം. മറ്റു ടീമുകൾ വിലയേറിയ ഹോക്കി സ്റ്റിക്കുകളും ഗിയറുകളുമായി ഇറങ്ങുമ്പോൾ ഈ കുട്ടിത്താരങ്ങളുടെ പക്കലുള്ളത് ജയിക്കാനുള്ള ആത്മവിശ്വാസവും പോരാട്ടവീര്യവും മാത്രം. അതുമാത്രം മതിയാവില്ലല്ലോ കളി ജയിക്കാൻ. ഈ താരങ്ങൾക്ക് ആവശ്യം നമ്മുടെ കയ്യടികൾ മാത്രമല്ല, ഒരു സ്പോൺസറുടെ കൈത്താങ്ങ് കൂടിയാണ്. സംസ്ഥാന സ്കൂൾ കായികമേള നേട്ടങ്ങളുടെ കഥ മാത്രമല്ല പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിൻ്റെ കഥകൾ കൂടിയാണ്. സലീലിനൊപ്പം അലോക് നാഥ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.